മണ്ട കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മണ്ട കമന്റ് ബോക്സിൽ കുറച്ച് കമൻസേ ഉള്ളൂ. അത് ആദ്യം ഒന്ന് പറയുകയാണ്. ആദ്യത്തെ കമൻറ്റ് 5 സെക്കൻഡ് ഐഡിയ എന്ന ചാനലിലാണ്. ഈ ഇക്വേഷൻ തെറ്റാണ്. എന്ത് കാൽക്കുലേഷൻ ആണിത്? അതായത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതിൻ്റെയാണ് ഒരുപാട് കമൻറ്റ്സ് വന്നത്. അതെന്താ ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് സംശയങ്ങളും ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്കാണ്. അതായത് ഇപ്പോൾ ഒരു 500 വാട്ട്സ് ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നതിന് ശരിക്കുള്ള വാട്ട്സ് എത്രയാണെന്ന് അറിയാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് പലതരം 500 വാട്ട്സ് എന്ന് പറയുമ്പോൾ 250 എന്നുള്ള സ്പീക്കർ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ ആകെ ചിലപ്പം ആകെ അസ്വസ്ഥമായ സൗണ്ടുമാണ്. അപ്പോൾ ഇത് എത്ര വാട്ട്സ് എന്ന് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടുക ഒരു ഇക്വേഷനാണ്. ഒന്നല്ല, ഒരു 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു ഇക്വേഷനാണ് അതിൽ കാണിച്ചത്. എല്ലാ വാല്യൂസും, അതായത് ഏത് ഇക്വേഷൻ ചെയ്താലും ശരി, അതിൽ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടുക ഒരു ഏകദേശം. നമുക്കിത് ഇപ്പോൾ 100 ആയിരിക്കാം, അതായത് ഒരു 90 to 120 ആ ഒരു റേഞ്ചിലുള്ള ഒരു റേഷ്യോ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ V²/2R. അപ്പോൾ V² എന്ന് പറയുമ്പോൾ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടാണ് അതിനകത്ത് V² ആയിട്ട് എടുത്തുള്ളത്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ DC ഔട്ട്പുട്ട് അത് V². അതായത് അതിനകത്ത് ഇപ്പോൾ 12 ആയാലും 27 ആയാലും അതിൻ്റെ DC ഔട്ട്പുട്ട് വരെ ഒരു 16, 12ൻ്റെ ഔട്ട്പുട്ട് DC ഔട്ട്പുട്ട് വരെ ഒരു 16ഓളം വരും. അല്ലെങ്കിൽ മറ്റേ 27 ആണെങ്കിൽ ഒരു 30, 37, 35 ഒക്കെ വരും. അപ്പോൾ ആ വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജ് അവിടെ കിട്ടുന്ന എത്രയാണോ അതാണ് എടുക്കുന്നത്. ആ എടുക്കുന്ന വോൾട്ടേജ് വിത്ത് ദ ലോഡ്, അതായത് ഡിവൈഡ് ബൈ ദ ലോഡ് ആണ് ആ കാൽക്കുലേഷനിൽ വരുന്ന. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്കൊരു 100. ഇപ്പോൾ 91 വാട്ട്സ് ആയിട്ട് ആ വീഡിയോയിൽ കാണിച്ചത് ആ 91 വാട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് ഈ സൈൻ വേവ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും അക്യുറസി. അതായത് ശരിക്കും ഇപ്പോൾ 100 200 വാദിച്ചാലും ഇനി ഇങ്ങനെയൊക്കെ പവർ സപ്ലൈ വെച്ചൊക്കെ പ്രൂവ് ചെയ്താലും ആ ആംപ്ലിഫയറിൻ്റെ കേപ്പബിലിറ്റി, എഫിഷ്യൻസി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എത്രയാണോ ഔട്ട്പുട്ട് വരുന്നത് അതാണ് യഥാർത്ഥ RMS ഔട്ട്പുട്ട്. അത് നമുക്ക് ഔട്ട്പുട്ട് സൈൻ വേവ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, സൈൻ വേവ് വെച്ച് ലോഡ് ചെയ്തിട്ട് അവിടെ കാൽക്കുലേഷൻ ആംപിയർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് അത് തമ്മിലുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. അത് നമുക്ക് നാളെ മറ്റന്നാളത്തെ വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇതൊരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അറിയിക്കാനുള്ളതാണ് കമൻറ്റ് ബോക്സ്. അപ്പോൾ കമൻസിൽ അറിയിക്കുക. അടുത്ത കമൻറ്റ് സുധി PKS എന്ന ചാനലിലാണ്. ഔട്ട്പുട്ട് ആംപിയർ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സ്പീക്കറിൻ്റെ മേക്കിംഗ്, അതിനകത്ത് 100 വാട്ട് സ്പീക്കർ നമ്മളെങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളത് ചെയ്തതിനകത്ത് വന്ന കമൻസാണ്. ഇത് ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് എങ്ങനെ എടുക്കാം, ആംപ്ലിഫയർ വാട്ട്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു ഇക്വേഷൻ ചോദിച്ചതിൻ്റെ അടിയിൽ വന്നാണ് ഔട്ട്പുട്ട് ആംപിയർ എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഔട്ട്പുട്ട് ആംപിയർ എന്ന് ഉദ്ദേശിച്ചത് ആംപ്ലിഫയറിൻ്റെ ആവാം, ട്രാൻസ്ഫോമറിൻ്റെ ആവാം, അതായത് അവിടെ എഴുതിയത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് മെഷർ ചെയ്യാനാവാം. ഇതിൽ അങ്ങനെ ഓരോ തരത്തിലും ഓരോ സ്റ്റെപ്പിലും നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ആ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിനൊന്നും ഒരു ശതമാനം പോലും വിശ്വസിക്കാനില്ല. നമ്മൾ ചെക്ക് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഏതോ ഒരു വാല്യൂ ആയിരിക്കും അതിൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ട്. അപ്പോൾ ആംപിയർ ഏതാണെന്നുള്ളത് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ കമൻറ്റിനോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ആംപിയർ ഏതിൻ്റെ ആണോ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞുതരാം. അടുത്ത കമൻറ്റ് വൈബ് ഓഫ് കേരള എന്ന ചാനലിലാണ്. ഇത്രയും വില കൂടിയ സ്പീക്കറിന് വാട്ടർ റെസിസ്റ്റൻറ്റ് ഇല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളെ മാർഷൽ എന്ന സ്പീക്കർ വെള്ളത്തിൽ വീണതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അതിനകത്ത് വെള്ളത്തിൽ വീണാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അയക്കാൻ പറ്റിയല്ല അത്രയും പെട്ടെന്ന് അയച്ചിട്ട് അതിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക. കാരണം അതിനകത്ത് വെള്ളം കയറുന്ന ടൈപ്പാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് ഉദ്ദേശിച്ചത് വാട്ടർ പ്രൂഫ് എന്ന് ഉദ്ദേശിക്കുന്നതും വെള്ളം തീരെ അതിനകത്ത് എത്തില്ല എന്ന് തന്നെയാണ്. ഈ മാർഷൽ ഈ കിട്ടിയ സാധനം ഇതിനകത്തുള്ള എയർ ഹോൾ എന്ന് പറയുന്നത് വളരെ വലിയ എയർ ഹോളാണ്. ആ എയർ ഹോൾ പോർട്ട്, നമ്മുടെ സ്പീക്കറിൻ്റെ പോർട്ട്, അപ്പോൾ ആ പോർട്ടിലൂടെ വെള്ളം കയറി ഇതിനകത്ത് ഫുൾ വെള്ളം നിറഞ്ഞു. അപ്പോൾ വെള്ളം നിറയുമ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ വീണതാണ്. അപ്പോൾ അതിനകത്ത് വെള്ളത്തിൽ കിടന്ന് ഇത് വർക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് ഓഫായി പോയി. അപ്പോൾ ആ രീതിയിൽ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ തരം പരുക്കുക, അതിനകത്ത് എന്തൊക്കെ തരം നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് നോക്കാം. ഞാനത് ഇവിടെ വന്ന് അയച്ച് നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം ആ ICകളുടെ ലെഗുകൾ മൊത്തം ഫംഗസ് ആയിട്ട് പച്ച കളറിൽ റസ്റ്റ് പിടിച്ചെടുക്കുക. അപ്പോൾ 90% അത് റിട്ടേൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വാങ്ങുമ്പോൾ വാട്ടർ പ്രൂഫ് തന്നെ നോക്കി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത കമൻറ്റ് ബിബിൻ കിച്ചു എന്ന ആളുടെയാണ്. ചേട്ടാ, അവാർഡ് 8 ഇഞ്ച് ഊഫറാണോ അതോ ഡെൻറ്റിയുടെ ഊഫർ ആണോ നല്ലത്? എല്ലാ ഊഫറും നല്ലതാണ്. അതാത് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ. അവാർഡിൻ്റെ ഊഫർ ഡെൻറ്റിൻ്റെ ഊഫറും തമ്മിൽ എനിക്ക് വ്യത്യാസം തോന്നിയത്, ഞാൻ ചിലരോട് അന്വേഷിച്ചപ്പോഴും വ്യത്യാസം തോന്നിയത്, അതിനകത്ത് ഡെൻറ്റിക്ക് കുറച്ച് ലോ ആണ്. ചില ടോൺസ് അതിനകത്ത് വളരെ കുറവാണ്. അതേസമയം ലോ ടോൺസ് വളരെ കൂടുതലാണ്, വളരെ കറക്റ്റാണ്. അപ്പോൾ അതേസമയം അവാർഡിൽ ഇപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു സ്പീക്കർ സിസ്റ്റം ചെയ്തിരുന്നു. അതിൽ അവാർഡ് 8 ഇഞ്ച് എടുത്ത്. അപ്പോൾ അതിൽ അവാർഡ് 8 ഇഞ്ച് എടുത്തതെന്ന് വെച്ചാൽ അതിൽ ലോ കിട്ടും,
പക്ഷേ ഡെൻറ്റി പോലെ ചില ടോൺസ് ലോ ആയിട്ടല്ല ഇതിൻ്റെ ലോ വരുന്നത്. ഇതിൽ ലോ കിട്ടും, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മറ്റ് ടോൺസും കൂടി ഫീൽ ചെയ്തു, നല്ല ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് ആ സ്പീക്കർ സെലക്ട് ചെയ്തത്. അവാർഡാണോ ഡെൻറ്റി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്ത് കൂടുതൽ ടോൺസ്, അതായത് മിഡ് ടോൺസും ഹൈ ടോൺസും ഒക്കെ കുറച്ചുകൂടെ നന്നാക്കി തോന്നിയത് അവാർഡിലാണ്. ഡെൻറ്റി അതേസമയം നിങ്ങൾക്ക് ലോ ആണ് ആവശ്യം, കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൻറ്റി എടുക്കാം. രണ്ടും നല്ല സ്പീക്കേഴ്സ് തന്നെയാണ്, രണ്ടും നല്ല ഔട്ട്പുട്ടാണ്. അടുത്ത അവൻ്റെ അച്ചു ഗെയിമിംഗ് എന്ന ചാനലിലാണ്. ചേട്ടാ, എൻ്റെ ഒരു സൗണ്ട് ബാർ ഉണ്ട്, പക്ഷേ എനിക്ക് പ്രതീക്ഷിച്ച ബേസ് കിട്ടുന്നില്ല. എനിക്ക് ഇതിൻ്റെ കൂടെ എനിക്ക് ടി വിയിൽ തന്നെ ഒരു സബ് വൂഫർ വെക്കാൻ പറ്റുമോ? സൗണ്ട് ബാറിലൂടെ സൗണ്ട് ബാറിൽ സബ് വൂഫർ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചതെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സൗണ്ട് ബാർ സബ് വൂഫർ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരു 25-35 കമൻറ്റ് ഒരാഴ്ചയിൽ വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ആ സൗണ്ട് ബാറിൽ നിങ്ങൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുക, അതിനകത്ത് ഓഡിയോ ഔട്ട് ഏതാണുള്ളതെന്ന്. ആ ഓഡിയോ ഔട്ട് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് ശരിക്കും ലൈൻ ഔട്ട്, അതായത് നമുക്ക് മറ്റൊരു ലൈൻ ഔട്ട് ആണ് ഉള്ളതെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് സബ് വൂഫർ ഉണ്ടാക്കി കൊടുക്കാം. എത്ര സൈസോ ഏത് ടൈപ്പോ എത്ര ചെറുതോ വലുതോ കൊടുക്കാം, ഏത് വാട്സിലും കൊടുക്കാം. ആക്റ്റീവ് സബ് വൂഫർ ആകുമ്പോൾ ഉള്ള സൗകര്യം അതാണ്. ഒപ്റ്റിക്കൽ ഔട്ട്പുട്ടാണ് ടി വിന്ന് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പരിഹാരവും എൻ്റെ അറിവിലില്ല. അല്ലെങ്കിൽ പിന്നെ ഒപ്റ്റിക്കൽ വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് 2 ഓപ്ഷൻ കൊടുത്തിട്ട് എന്തെല്ലാം ചെയ്യണം, ഒപ്റ്റിക്കൽ ടു അനലോഗ് കൺവേർട്ട് ചെയ്ത് മറ്റൊരു ഒപ്റ്റിക്കലിൽ കൊടുത്ത് സൗണ്ട് ബാറിലേക്ക് കൊടുത്ത് ഒരുപാട് കൺഫ്യൂഷനുള്ള കാര്യമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഓഡിയോ ഔട്ട്പുട്ടിന് ഓപ്ഷൻ ഉള്ളത് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഇല്ലെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ് ഉണ്ടാക്കാൻ. അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത്, അതായത് ലൈൻ ഔട്ടൊക്കെ ബോഡിയിൽ നിന്ന് എടുത്തൊക്കെ കൊണ്ടുവരണം. അതിന് സൗണ്ട് ബാറൊക്കെ അയച്ച് പണിയണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റേത് ആ ഓപ്ഷൻ ഉള്ളതാണെങ്കിൽ അത് ആ ഓപ്ഷൻ ഉള്ളതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്ത നമ്മുടെ ശ്രീഹരി എന്ന ആളുടെയാണ്. ഇലക്ട്രോണിക്സ് പഠിക്കാതെ ഇതൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. റെസിസ്റ്റർ എളുപ്പത്തിൽ വായിക്കാൻ, കോഡുകൾ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ആ ഇട്ട സമയത്ത് അത്ര ഒരു ആളുകൾ മോട്ടിവേഷൻ തന്നില്ല, അതുകൊണ്ട് ഞാനത് മുന്നോട്ട് പോയില്ല. അപ്പോൾ ഇപ്പോൾ അത് നല്ല റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് പഠിക്കാതെ ഇതൊന്നും പഠിക്കാൻ പറ്റില്ല, അതായത് ഈ റെസിസ്റ്റർ കോഡൊന്നും വായിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിക്സ് പഠിക്കാനുള്ള ഫസ്റ്റ് ഗേറ്റാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് റെസിസ്റ്റർ കോഡ് പഠിക്കുക. മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് റെസിസ്റ്റർ കോഡ് തന്നെയാണ്. പിന്നെ കോമ്പണൻസ്, ഓരോ കോമ്പണൻസ് ഏതാണ്, അതിൻ്റെ കോഡുകൾ എന്താണ്, അതിൻ്റെ മുകളിലുള്ള മാർക്കുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഷേപ്പ് 3 കാലം എന്താണ്, 4 കാലം എന്താണ്, അങ്ങനെ ഓരോന്ന് പഠിച്ച് വരണം. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇലക്ട്രോണിക്സ് പഠിക്കാതെ എന്നുള്ളതല്ല പറയേണ്ടത്, ഇലക്ട്രോണിക്സ് പഠിക്കാനുള്ള ആദ്യത്തെ വഴിയാണിത്. അതിലൂടെ കയറി പഠിച്ച് വരിക, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇലക്ട്രോണിക്സ് പഠിക്കാതെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ലാസ്റ്റ് കമൻറ്റ് മഞ്ജു വിൻസെൻറ്റ് എന്ന ആളെയാണ്. വളരെ വെറൈറ്റി ആയിട്ട് എത്ര വർഷങ്ങളായിട്ട് കേൾക്കാത്തൊരു കമൻറ്റാണ്, അതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് വായിക്കുന്നത്. മണ്ടായ കമൻറ്റ് ബോക്സിൽ എൻ്റെ പേരൊന്ന് വെറുതെ വായിക്കുമോ പ്ലീസ്. എന്തെങ്കിലും തരം കമൻറ്റ് വാല്യുബിളായിട്ട് നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് രീതിയിലുള്ളൊരു കമൻറ്റ് ചോദിച്ചാൽ അത് നമുക്കിപ്പോൾ ഒരു 10 കമൻറ്റ് സെലക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കാണുകയാണെങ്കിൽ അതെന്തായാലും സെലക്ട് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ വായിക്കാൻ എന്താണ് ഇപ്പോൾ ഒരു 10 ആൾ എന്നോട് ഇപ്പോൾ ഒരു മണ്ടായ കമൻറ്റ് ബോക്സിൽ ഇതുപോലെ കമൻറ്റ് പേര് വായിക്കുമെന്ന് വെച്ചാൽ ഞാൻ കുടുങ്ങില്ലേ. ഞാൻ ഇരുന്നിങ്ങനെ പേരുകൾ മാത്രം വായിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അതിലൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോൾ നിങ്ങളെ പേരും പറയുമ്പോൾ അതിനൊരു ഗുണമുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ പേരും വായിക്കും, നിങ്ങളെ ചാനൽ വിസിറ്റ് ചെയ്യും, അതേപോലെ തന്നെ കമൻറ്റിനുള്ള റിപ്ലൈ കറക്റ്റ് വീഡിയോയിലൂടെ തരികയും ചെയ്യും. അപ്പോൾ പേര് വായിക്കാൻ വേണ്ടി ആരും കമൻറ്റ് ചെയ്യരുത്, പേര് വായിക്കേണ്ട ആവശ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ കുറഞ്ഞ കമൻസേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ 8 കമൻസേ വായിച്ചുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ടാണ് 8 കമൻസിൽ ഒതുക്കിയത്. അപ്പം വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഓൾ ബട്ടൺ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.